ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരക്കിലായിരിക്കും എങ്കിലും എൻ്റെ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. എന്നോട് ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുക. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പറ്റുവാണെങ്കിൽ ഈ വീഡിയോക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലോട്ട് പോയാലോ. യെസ്, ഇന്നത്തെ വീഡിയോ എല്ലാ അമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കുറേ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പേഴ്സണലായിട്ടും കമൻ്റായിട്ടും ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞിന് എന്ത് പാലാണ് കൊടുക്കുന്നത്, ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണോ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ കുഞ്ഞിനിപ്പോൾ 3 മാസം കഴിഞ്ഞു, 3 മാസവും 10 ദിവസമായി ഓൾമോസ്റ്റ്. അപ്പോൾ ഞാൻ ഫോർമുല മിൽക്കും കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കൊരു ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് മാത്രം കുഞ്ഞ് അതിലൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ പാൽ എനിക്ക് കുറച്ച് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കൊടുക്കാറുണ്ട് കേട്ടോ, നമ്മൾ കൊടുക്കാറില്ല എന്നും പറയുന്നില്ല. യാത്രയിലൊക്കെ ബോട്ടിൽ മിൽക്ക് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാൽ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബോട്ടിൽ മിൽക്കിനെ ആശ്രയിക്കും. അപ്പോൾ മോനാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ 3-ാമത്തെ ദിവസം അവർ പറഞ്ഞു കുഞ്ഞിന് യെല്ലോ കളർ ഉണ്ട്, അതെ ബ്ലൂ ലൈറ്റിലങ്ങ് ഇട്ട് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ റൂമിൽ തന്നെ ഒരു ബ്ലൂ ലൈറ്റിലങ്ങ് കുഞ്ഞിനെ കിടത്തിയിട്ട് ഒരു 3-4 ദിവസം അങ്ങനെ കിടത്തിയിരുന്നു. കാരണം ആൾക്ക് മാസം കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടത്തിയിരുന്നു. ആ സമയത്ത് നമ്മൾക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് പാലൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു 3-4 ദിവസമൊക്കെ പിടിക്കും നമുക്ക് പാലൊക്കെ ഒന്ന് സെറ്റായിട്ട് വരാൻ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, പിന്നെ ഒരിക്കലും നിങ്ങൾ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കൊണ്ട് ഈ കുഞ്ഞിൻ്റെ യെല്ലോ കളർ മാറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോർമുല മിൽക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞു. ഞാൻ ആദ്യമൊന്നും കൊടുത്തില്ലായിരുന്നു കേട്ടോ, ഞാൻ ഡയറക്റ്റ് തന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്തും കുഞ്ഞിന് അങ്ങനെ പാല് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എങ്കിലും നിർബന്ധമായിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിൻ്റെ യെല്ലോ കളർ അങ്ങനെ പോവുള്ളൂ. കാരണം കുഞ്ഞ് നല്ല രീതിയിൽ പാല് കുടിച്ചിട്ട് യൂറിൻ പാസ് ചെയ്ത് പോകണം. ഈ യെല്ലോ കളർ ആ യൂറിനിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ കുഞ്ഞ് പിന്നെയും പെർഫെക്റ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കാലാകാലം ഈ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഫോർമുല മിൽക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ തന്നെ അവർ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരുന്നു. നമ്മളിത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ ബാത്തിങ്ങിൻ്റെ സമയത്തൊക്കെ അവരത് കൊടുക്കും. നമ്മളത് ആദ്യം അറിഞ്ഞില്ല, പക്ഷെ പിന്നെ നമ്മളോട് അവർ പറഞ്ഞിട്ട് ഞങ്ങളിത് കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഫോർമുല മിൽക്ക് കുഞ്ഞു ബോട്ടിൽ അവർ തന്നെ തരും. അപ്പോൾ അത് തന്നെ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരുന്നു. ഡെയിലി ചെറിയ ചെറിയ ബോട്ടിൽ ഒരു 3-4 കുഞ്ഞു ബോട്ടിലാട്ടോ കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യം കുടിക്കാൻ വലിയ മടിയായിരുന്നു, പക്ഷെ പിന്നീട് കുടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുഞ്ഞിന് അതുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയി കാണും. കുഞ്ഞ് മനസ്സല്ലേ, കുഞ്ഞിന് അതിൽ നിന്ന് കൂടുതൽ കിട്ടുമ്പോൾ കുഞ്ഞിൻ്റെ മൈൻഡ് നേരെ അങ്ങോട്ടേക്ക് പോകും. അല്ലെങ്കിൽ കുഞ്ഞിന് നിപ്പിൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതും ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞതാണ്. ബ്രസ്റ്റ് ഫീഡിങ് അത് കുടിക്കണോ അല്ലെങ്കിൽ ബോട്ടിൽ കുടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കുഞ്ഞുങ്ങൾക്ക് വരാം. പക്ഷേ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം കുഞ്ഞിന് ആ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലായിരുന്നു. ആൾ നേരെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നേരെ പാല് കുടിക്കുമായിരുന്നു. ബോട്ടിൽ മിൽക്കൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പാലിൻ്റെ അളവ് കുറയാൻ തുടങ്ങി. സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാവും, ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉറക്കമില്ലായ്മ എല്ലാം കൊണ്ടും നമുക്ക് പാല് കുറയാം. അപ്പോൾ അങ്ങനെ പാല് കുറയാൻ തുടങ്ങി. പാല് കുറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു എന്ത് ചെയ്യും. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, നേരെ ലുലുവിൽ പോയിട്ട് നമ്മൾ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ നമുക്ക് സജഷൻ തന്നത് സെയിം അവർ കൊടുത്ത ഫോർമുല മിൽക്ക് ബേബി ലാക്കിൻ്റെ ആയിരുന്നു കേട്ടോ. ബേബി ലാക്ക് ഞാൻ കാണിക്കാം. ഇതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഇവിടെ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം കണ്ടല്ലോ, ഞാൻ കാണിക്കാം. ഇവിടെ കുറേ അത്യാവശ്യം കുറേ ഇതൊക്കെ ഈ സംഭവം തന്നെയാണ്. ഞാൻ പിന്നെ കുറച്ച് സ്റ്റോക്ക് ചെയ്തോട്ട്. കാരണം പണ്ടൊക്കെ എനിക്ക് മോനൊക്കെ ഉള്ള സമയത്ത് നല്ല പണി കിട്ടിയിട്ടുണ്ട്. വാങ്ങാൻ പറ്റാത്തതും അന്നത്തെ ഒരു സാഹചര്യം കാരണം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കുറേ ഇതങ്ങ് വാങ്ങി. കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം വാങ്ങിയത് ബേബി ലാക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നാട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും അതൊക്കെ വിചാരിച്ച് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാനിത് വാങ്ങുന്നത്. ഇത് മോന് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പല ടൈപ്പും ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്തു, ഇത് വാങ്ങിച്ചു വന്നു. ഇതിൻ്റെ പേര് കോംബിയോട്ടിക് എന്നാണ്. പിന്നെ ഹിപ്പ് ഓർഗാനിക് കോംബിയോട്ടിക് നമ്പർ 1 ആണ്. ഓക്കെ, ഇത്
ഫ്രം ബർത്ത് ടു 6 മന്ത് വരെ, ജനിച്ചത് മുതൽ 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് 800 ഗ്രാമിൻ്റെയാണ്. അത്യാവശ്യം എല്ലാവരും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ആരും ക്യാഷ് നോക്കുന്ന ആൾക്കാരും ഒന്നും പിന്നെ ആരും ഇത് കൊടുക്കാൻ നിൽക്കില്ല. കാരണം അത്രയും പണിയാണ്. ഈ ബോട്ടിൽ കഴുകണം, വെള്ളം ഉണ്ടാക്കി വെക്കണം, പിന്നെ അതുപോലെ ഈ ബോട്ടിൽ മിൽക്ക് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണ്. ക്യാഷ് നോക്കുകയാണെങ്കിൽ നല്ല പൈസയാവുന്നുണ്ട് ഓരോ പൗഡറിനും. എല്ലാ അമ്മമാരും മാക്സിമം ബ്രസ്റ്റ് ഫീഡ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, പാല് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാലിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടാതിരിക്കുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ നമുക്ക് പിന്നെ ഇതുപോലുള്ള ഐറ്റംസിനെ ആശ്രയിച്ച് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ബോട്ടിൽ മിൽക്ക് കൊടുക്കാൻ തുടങ്ങിയത്. എനിക്ക് എന്തോ ആവുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒക്കെ പറഞ്ഞു അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് കുഞ്ഞിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. ഇനി പാല് വരും എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് അവിടെ ഒരു വിധാവെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഫോമുല മിൽക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ കൊടുത്തു നോക്കി. ഇത് പക്ഷേ ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇത് നല്ല സാധനമാണ്, പക്ഷെ ആളിത് കുടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നാന് വാങ്ങി നോക്കി. നമ്മളെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടോ. ചെറിയ മക്കൾക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. അങ്ങനെ നാന് വാങ്ങി. ഇതും ഞാൻ എങ്ങനെയൊക്കെയോ തീർത്തു. ആൾ കുടിക്കുന്നില്ല കേട്ടോ. ആൾക്ക് തീരെ ഇഷ്ടമാണ് ഈ നാന്. അതുപോലെ ഞാൻ പറഞ്ഞു ഇപ്പോൾ കാണിച്ച സംഭവം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും നമുക്ക് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും പാല് കുടിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം രാത്രി മാത്രം അല്ലെങ്കിൽ 2 നേരമൊക്കെ പാല് കഷ്ടിയായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ എന്താ പറയുക പിക്കപ്പാക്കി വരണമല്ലോ. അപ്പം ഞാൻ വീണ്ടും ബേബി ലാക്ക് ഇത് തന്നെ വാങ്ങി കേട്ടോ. ഇത് ബേബി ലാക്കിൻ്റെ ഞാൻ പറഞ്ഞില്ല പല ടൈപ്പുണ്ട്. ബേബി ലാക്ക് ഈസി, ഇത് ഈസിയാണ്. പിന്നെ അതുപോലെ LF ഉണ്ട്. ഇത് LF എന്നാണ് ബേബി ലാക്കിൻ്റെ തന്നെ. ഓക്കെ, പല എന്താ പറയുക പല പേരും ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കൊടുക്കുന്ന സംഭവം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് AR. നമുക്ക് ചില സമയത്ത് സ്റ്റോക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഒന്നിനെ വാങ്ങും. ഇത് സെയിം പേരിലുള്ളത് അതിൽ പല ടൈപ്പിലുള്ളത് വാങ്ങും. ഇത് 0 to 6 മന്ത് ആണ്. ഇത് 0 to 12 മന്ത് ആണ്. ഓക്കെ, ആ ഒരു ഇതിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. പിന്നെ ജനിച്ചത് മുതൽ ഇത് ഈസി. ഇത് 0 to 12 മന്ത് തന്നെയാണ് ഈസി. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്, ഞാൻ കാണിക്കട്ടെ ഇപ്പോൾ ഏതാ കൊടുക്കുന്നത് എന്നുള്ളത്. ഇതെല്ലാം വരുന്നത് 400 ഗ്രാമാണ് കേട്ടോ. ഇതെല്ലാം കുറേ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പിന്നെ വെയിറ്റ്, ഇതാണ്. അപ്പം ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇതാണ്, ഈസിയാണ് കേട്ടോ. കണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ കൊടുക്കുന്നത് ഇതാണ്. ഇത് ബേബി ലാക്കിൻ്റെ സെൻസിറ്റീവാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം. ഫോർമുല ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസസ് ബേസ്ഡ് ഓൺ കൗസ് മിൽക്ക് ഫോർ ഇൻഫാൻസ് വിത്ത് സെൻസിറ്റീവ് ഫുഡ് ടമ്മീസ്. അതെ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് 0 to 12 മന്ത് ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതാണ്. ആൾ കുടിക്കുന്നതും ഇതാണ്. ഇതിൽ പല ടൈപ്പിലും വരുന്നെന്ന് പറഞ്ഞില്ല, അതൊന്നും ആൾ കുടിക്കുന്നില്ല. അങ്ങനെയാണ് അവസാനം നമ്മൾ ഇത് ചൂസ് ചെയ്തത്. ഇത് 0 to 12 മന്ത് ആണ്. പിന്നെ കുഞ്ഞിന് കഫക്കെട്ട് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന കുട്ടി ആയതുകൊണ്ടൊന്നും എനിക്കറിയില്ല. അൽഹംദുലില്ലാ ഇതുവരെ ഒരു കുഴപ്പമില്ല, ഞാൻ കൊടുക്കുന്നുണ്ട്. ആളിത് കുടിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയാണ് സംഭവം, തിക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 30 ml ഒരു സ്കൂപ്പ് വഴി ഒരു സ്കൂപ്പാണ് ഇടേണ്ടത്. അതേപോലെ 60 ml 2 സ്കൂപ്പ്. ഇതിനകത്ത് തന്നെ സ്പൂണുണ്ട്, ആ സ്പൂൺ വെച്ചിട്ട് ഇടുക. നമ്മളിത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മധുരമൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് മധുരം ആഡ് ചെയ്യാറുണ്ട്. ഇതിന് മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ കുഞ്ഞ് മധുരം ഇല്ലെങ്കിൽ കുടിക്കില്ല. അതുകൊണ്ടാണ് മധുരം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ചാറ്റിയിട്ട് അത് ജസ്റ്റ് ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. 30 ml ആണെങ്കിൽ 30 ml, അല്ലെങ്കിൽ 60 ml ആണെങ്കിൽ 60 ml. എന്നിട്ട് അതിന് 2 സ്കൂപ്പ് അല്ലെങ്കിൽ 90 ml ആണെങ്കിൽ 3 സ്കൂപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് വരാൻ ചാൻസ് ഉണ്ട് ഇത് കുടിക്കുമ്പോൾ. അപ്പോൾ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അല്ലാതെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് വരും, അസിഡിറ്റി വരും. ശ്രദ്ധിക്കണം, കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ല
പൗഡറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ ചോദിക്കും ഇതിൻ്റെ കൂപ്പൺ കോഡ് ഉണ്ടോ. ഞാൻ മിഞ്ഞാന്ന് ദിവസം ഡയപ്പറിൻ്റെ ഇത് വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചു കൂപ്പൺ കോഡ്. പക്ഷേ ഇതൊന്നും ഒരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ഞാൻ ശരിക്കും പറയാനും ഒരു കാരണമുണ്ട്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കും കുഞ്ഞിന് പാല് കൊടുത്തില്ലേ, അല്ലെങ്കിൽ ഫീഡ് ചെയ്തില്ലേ. അപ്പോൾ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതും കൂടി കൊടുക്കുന്നുണ്ട്. അല്ല ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് അല്ല. നമുക്ക് എപ്പോഴും എല്ലാ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫീഡ് ചെയ്യാനൊന്നും പറ്റിയ സാഹചര്യം ആയിരിക്കില്ല. ചില കുട്ടികൾ അങ്ങനെ ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ കുടിക്കത്തുമില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും ഈ മിൽക്ക് ബോട്ടിൽ കൊടുക്കുന്നത് നമുക്ക് നല്ല പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബോട്ടിൽ എപ്പോഴും നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ എപ്പോഴും വെള്ളം റെഡിയാക്കി വെക്കണം, മിൽക്ക് റെഡിയാക്കി, ഇതൊക്കെ നമുക്ക് ഡബിൾ പണിയാണ്. ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ആ ഒരു ഫീഡിങ് കഴിഞ്ഞിട്ട് അവർ കിടന്നുറങ്ങിക്കോളും. നമുക്ക് പണിയൊന്നുമില്ല, ചെറിയ പണി മാത്രമേ ഉള്ളൂ. ഇത് കുറേ പണിയുണ്ട്. ഇങ്ങനൊരു പൊടി നമുക്ക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആർക്കും ഇതുപോലെയുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ കൊടുക്കാനുള്ള പാലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ, കുഞ്ഞ് കുടിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ബ്രസ്റ്റ് തന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും ഇതുപോലെയുള്ള ഫോമുലാസൊന്നും ചൂസ് ചെയ്യരുത്. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് നല്ല ബെസ്റ്റ് ഫോമുലയാണ്. അപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ നാട്ടിലിത് കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഒരിക്കലും എന്നോട് കൂപ്പൺ കോഡ് ചോദിക്കരുത്, ഞാൻ പ്രൊമോഷൻ ചെയ്തതല്ല. ഓക്കെ, കുറേ സാധനം ഞാൻ പറയാം, കുറേ പൗഡേഴ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് എനിക്കിപ്പോൾ നാട്ടിൽ പോകുന്നെങ്കിലൊക്കെ ആവശ്യം വരും. നാട്ടിലിത് കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് നമുക്കിതുപോലുള്ളൊരു ടിന് വാങ്ങിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും ഒരാഴ്ച എത്തുന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ചില സമയത്ത് കൂടുതലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞിന് കൊടുക്കും. കുഞ്ഞ് കുടിച്ചില്ലെങ്കിൽ അത് വേസ്റ്റാണ്. പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ മോനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഉണ്ടാക്കിയ സമയത്ത് മാത്രമേ ആൾ കുടിക്കുള്ളൂ. അത് കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പോലും ആൾ കുടിക്കില്ല. ചൂടൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ആൾ ഒരിക്കലും കുടിക്കില്ല. അപ്പോൾ നമുക്കത് വേസ്റ്റാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇത് എത്ര എത്തും, ഒരു ടിന്ന് നമുക്ക് എത്ര ദിവസം വരെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരിക്കലും അതൊന്നും പറയാൻ പറ്റില്ല. ചില കുട്ടികൾ നല്ല രീതിയിൽ കുടിക്കും. അങ്ങനെ കുടിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ 2 ദിവസം 3 ദിവസം കൊണ്ട് ഇത് തീരും. ഇത് ന്യൂ ബോൺ ബേബി തൊട്ട് നമുക്ക് 6 മന്ത് വരെ അല്ലെങ്കിൽ 12 മന്ത് വരെ യൂസ് ചെയ്യുന്ന മിൽക്ക് പൗഡറാണ്. നമുക്കൊരിക്കലും ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചോളാം. ഇവിടെ UAE-ലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ബേബി ലാക്കാണ്. ഓക്കെ, ഇത് അത്യാവശ്യം കട്ടി ആയിട്ടുള്ളൊരു പൊടിയാണ്, ഈസിയാണ്. ബേബി ലാക്ക് ഈസി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്തവർ അറിഞ്ഞുകൊണ്ട് അവർ ഫീഡ് ചെയ്യാത്തത് എന്നുള്ളൊരു ധാരണ, അതൊരിക്കലും ശരിയല്ല, അത് തെറ്റാണ്. ചില കുഞ്ഞുങ്ങൾ പാല് കുടിക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം കൊണ്ടായിരിക്കാം അവർ കുഞ്ഞുങ്ങൾക്ക് ബോട്ടിൽ മിൽക്ക് തന്നെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അല്ലാതെ ആരും ഇത്രയും വലിയ പണിയിലോട്ട് ആരും പോവില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ പാല് കുറവായതുകൊണ്ട് നമുക്കിത് കൊടുക്കേണ്ടി വരുന്നത്. അതുപോലെ ഓരോ സാഹചര്യങ്ങൾ, പാല് കുറവാണെങ്കിൽ പിന്നെ ഒരിക്കലും കുഞ്ഞ് ആ സൈഡിലോട്ട് പോവില്ല. ആ കുഞ്ഞിന് ആ പാല് സക്ക് ചെയ്യുന്ന സമയത്ത് പാല് കിട്ടുന്നില്ലെങ്കിൽ കുഞ്ഞൊരിക്കലും പാല് കുടിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എനിക്കിത് എടുത്ത് പറയേണ്ടി വരുന്നത്, ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും കുഞ്ഞ് പാല് കുടിക്കുന്നില്ലേ, അല്ലെങ്കിൽ പിന്നെ ബോട്ടിലാണോ കൊടുക്കുന്നത്. സത്യം പറയാം, നമുക്ക് ടൈം വേസ്റ്റാണ് ഇതിനൊക്കെ മറുപടി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതും പിന്നെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് ഡയപ്പറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.